കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും ഒരു തട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഒരു തട്ട്. എൽ ഡി എഫും യു ഡി എഫും കണക്കല്ലേ. അവിടെ മനുഷ്യൻ ജീവിക്കണമെങ്കിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഔദാര്യം വേണ്ട നിലയായിട്ടുണ്ട്. ഒരു കൊള്ളക്കാരൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നു. ആ കൊള്ളയ്ക്ക് കൂട്ടി നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വം എന്തു ചെയ്യും? ആ കൊള്ളക്കാരൻ്റെ ബി ടീമായിട്ട് നമ്മുടെ വി ഡി സതീശനും, ഞാൻ വ്യക്തിപരമായിട്ട് എനിക്കിഷ്ടമാണ്, പക്ഷേ രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ വലിയ കുഴപ്പമാണ്. അത് സമ്മതിക്കാൻ പറ്റില്ല. ഇപ്പോൾ അവിടെ കേരളത്തിൽ ആകെ ഒരു പ്രതിപക്ഷമേ ഉള്ളൂ. ഒറ്റ ആളേ ഉള്ളൂ. നമ്മുടെ തന്നെ അങ്ങേരുടെ പേര് നമ്മുടെ ഗവർണർ, അങ്ങേരെ ഉള്ളൂ പ്രതിപക്ഷം. എന്ത് ഊളത്തോടാവന്. എനിക്കൊരു മലയാളിയല്ലേ മോനെ, അതിന് ഊളന്മാർ പറയുന്നതായിട്ട് വിശ്വസിക്കാവൂ? അതായത് 4 ലക്ഷം കോടി രൂപ കടമാക്കി വെച്ചിട്ട് ആരോടാ ഇവരൊക്കെ വർത്തമാനം പറയുന്നത്? വീട്ടിൽ പശുക്കൂടുണ്ടാക്കുന്നത് 45 ലക്ഷം. എന്നാ ഇത്? പശുക്കൂടുണ്ടാക്കുന്നത് 45 ലക്ഷം. ഈ 1-ാം നിലയിൽ നിന്ന് 2-ാം നില ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് മുകളിലോട്ട് മുഖ്യമന്ത്രി വീട്ടിൽ കയറുന്നതിന് ലിഫ്റ്റ് 24 ലക്ഷം. എന്നാ ഇത്? ഇളം ഭാര്യയും മക്കളും എല്ലാം കൂടെ ലോങ് ടൂറ് എത്ര കോടി രൂപയായി? 85 ലക്ഷം രൂപയില്ലേ? ഇത് ആര് സഹിക്കിയത്? കേരളത്തിലെ ജനങ്ങളുടെ തലയിട്ട് കയറ്റിവെക്കുന്ന മര്യാദയാണ്. മനസാക്ഷിയില്ലാത്ത സ്വഭാവമല്ലേ അത്? അല്ല, ഒരാൾ തന്നെ ചോദിക്കാം, ബാക്കിയോട് ചോദിച്ചോട്ടെ.